ഇന്ന് അവതരിപ്പിക്കപ്പെട്ട സംസ്ഥാന ബജറ്റ് പുതിയ പ്രതീക്ഷ നൽകുന്ന ബജറ്റാണെന്ന് ദേവികുളം എം.എൽ.എ. അഡ്വക്കേറ്റ് എ. രാജ പ്രതികരിച്ചു. ദേവികുളം മണ്ഡലത്തിലെ വിവിധ പ്രവർത്തനങ്ങൾക്കായി ബജറ്റിൽ തുക വകയിരുത്തിയതായും കേന്ദ്ര സർക്കാർ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുമ്പോഴും ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വികസന കാഴ്ചപ്പാടോടെയുള്ള ബജറ്റാണ് അവതരിപ്പിക്കപ്പെട്ടുള്ളതെന്നും എം.എൽ.എ. വ്യക്തമാക്കി. ഇന്ന് അവതരിപ്പിക്കപ്പെട്ട സംസ്ഥാന ബഡ്ജറ്റ് ദേവികുളം മണ്ഡലത്തിന് പുതിയ പ്രതീക്ഷ നൽകുന്ന ബഡ്ജറ്റാണെന്ന് അഡ്വക്കേറ്റ് എ. രാജ എം.എൽ.എ. മറയൂരിൽ പ്രതികരിച്ചു. മറയൂരിൽ ടൗൺ ഹാൾ നിർമ്മാണത്തിനും ഗസ്റ്റ് ഹൌസ് നിർമ്മാണത്തിനുമായി 5 കോടി രൂപ ബഡ്ജറ്റിൽ വകയിരുത്തിയതായി എം.എൽ.എ. പറഞ്ഞു. പട്ടിശ്ശേരി അണക്കെട്ടിന്റെ നിർമ്മാണ പൂർത്തീകരണത്തിനായി 3 കോടി രൂപ അനുവദിച്ചു. മൂന്നാർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിലെ രാജമലയിൽ പുതിയ പാലം നിർമ്മാണത്തിന് 2 കോടി രൂപ അനുവദിച്ചതായും മൂന്നാർ ടൗണിലെ തിരക്ക് കുറയ്ക്കുന്നതിനായി പാലമടക്കം ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിനായി 3 കോടി രൂപ അനുവദിച്ചതായും എം.എൽ.എ. വ്യക്തമാക്കി. 5 കോടി രൂപ ഇവിടെ ടൗൺ ഹാളിനും അതുപോലെ ഗസ്റ്റ് ഹൗസിന് വേണ്ടിയിട്ട് അനുവാദം നൽകിയിട്ടുണ്ട്. പട്ടിശ്ശേരി ഡാം കനാൽ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി കഴിഞ്ഞ വർഷം റിംഗ് റോഡിന് വേണ്ടി 10 കോടി രൂപ അനുവദിച്ചു. അതോടൊപ്പം കഴിഞ്ഞ ബഡ്ജറ്റിൽ വീണ്ടും ഒരു 4 കോടി രൂപ അനുവദിച്ചു. ഈ വർഷം ഒരു 3 കോടി, അങ്ങനെ 17 കോടി രൂപ ഇതിനു വേണ്ടി മാത്രമായിട്ട് പട്ടിശ്ശേരി ഡാമിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഗവൺമെൻറ് നൽകിയിട്ടുണ്ട്. രാജമലയിൽ പുതിയതായി ഒരു പാലം കൊടുക്കണമെന്ന് തീരുമാനിച്ച് 2 കോടി രൂപ ഈ ബജറ്റിൽ മാറ്റിവെച്ച് തുക അനുവദിച്ചിട്ടുണ്ട്. നിലവിലുള്ള പാലത്തോട് ചേർന്ന് 5-ാം മൈലിൽ പുതിയ പാലം പണിയുന്നതിന് വേണ്ടി 2 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. മൂന്നാറിൽ തിയേറ്റർ നിർമ്മാണത്തിന് 3 കോടി രൂപ ബഡ്ജറ്റിൽ വകയിരുത്തി. മാങ്കുളം ആനക്കുളത്ത് ടൂറിസം വികസനത്തിനായി 2 കോടി രൂപയും മൂന്നാറിൽ പ്രവർത്തിക്കുന്ന ഡിസ്പെൻസറിയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് 1 കോടി രൂപയും ആനച്ചാൽ വെള്ളത്തൂവൽ റോഡിലെ 2 കിലോമീറ്റർ നവീകരണത്തിനായി 2 കോടി രൂപ വകയിരുത്തിയതായും എം.എൽ.എ. വ്യക്തമാക്കി. ചിത്രപുരം ITIയുടെ വികസന പ്രവർത്തനങ്ങൾക്കായി 2 കോടി രൂപയും ഇടുക്കിക്ക് പ്രതീക്ഷ നൽകുന്ന സീപ്ലെയിൻ പദ്ധതിക്കായി സംസ്ഥാനത്താകെ 50 കോടി രൂപ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുള്ളതായും എം.എൽ.എ. അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി.